ദുരന്തർ 2 ദ റിവഞ്ച്. ഞാനിതിൻ്റെ പെയ്ഡ് പ്രിവ്യൂ ബുധനാഴ്ച വൈകിട്ട് 5 മണിക്കുള്ള ഷോ കണ്ടതായിരുന്നു. ദുരന്തർ ഫസ്റ്റ് പാർട്ട് റിലീസായപ്പോൾ അത് കളങ്കാവലിൻ്റെ കൂടെയാണ് റിലീസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കളങ്കാവൽ FDS ആ ഒരു തിരക്കിലായിരുന്നു പോരുന്നത്. ആ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ദുരന്തർ കണ്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ DCP ലേറ്റ് ആവും, അല്ലെങ്കിൽ DCP അത്ര പ്രോപ്പർ അല്ല, ഈ ഒരു പ്രശ്നവും കൺഫ്യൂഷനും എല്ലാം ദുരന്തർ ഫസ്റ്റ് പാർട്ട് റിലീസ് ആവുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ സെക്കൻഡ് പാർട്ട് വരുമ്പോഴും പ്രത്യേകിച്ച് പെയ്ഡ് പ്രിവ്യൂ വരുമ്പോഴും ഇതിൻ്റെ DCP പ്രോപ്പറായിട്ടൊന്നും ആയിരിക്കില്ല. DCP ക്യൂബ് വെയർ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ എക്സിൽ, പിന്നെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മളിവിടെ പോസ്റ്റ് കണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ബുധനാഴ്ചത്തെ പെയ്ഡ് പ്രിവ്യൂ കൂടാതെ ഞായറാഴ്ചത്തേക്ക് ഒരു ഷോയും കൂടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 തവണ ഞാൻ ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പെയ്ഡ് പ്രിവ്യൂ സമയത്ത് വന്നിരിക്കുന്ന കോണ്ടന്റ്, പിന്നെ DCPക്ക് അറ്റ്മോസ് ഉള്ള കോണ്ടന്റിനാണെന്നുണ്ടെങ്കിൽ സബ് ടൈറ്റിലില്ല, സബ് ടൈറ്റിലുള്ള കോണ്ടന്റ് ആണെങ്കിൽ അറ്റ്മോസ് അല്ല. അപ്പോൾ അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ സബ് ടൈറ്റിലാണുള്ള ആളുകൾക്ക് കൂടുതലും വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ സബ് ടൈറ്റിലുള്ള, അതായത് സബ് ടൈറ്റിൽ ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളൊരു എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ PVRൻ്റെ ആ തിയേറ്ററിലേക്ക് കയറുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് സബ് ടൈറ്റിലില്ല, ഇതിന് സബ് ടൈറ്റിലില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ അകത്തേക്ക് കയറി പടം തുടങ്ങിയപ്പോൾ സബ് ടൈറ്റിൽ വന്നപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിലെ ഹീറോനെ കാണിക്കുമ്പോൾ പോലും ആ ഒരു രീതിയിലുള്ള ഒരു വരവേൽപ്പ് എന്നൊക്കെ പറയില്ല, അതായത് എല്ലാവരും മുഖത്തുള്ളൊരു സന്തോഷം, അത് സബ് ടൈറ്റിൽ വന്നപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സബ് ടൈറ്റിലായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സിനിമ ദുരന്തർ 2 ദ റിവെഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ റിവ്യൂ വൈകിയാണ് വരുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ദുരന്തർ 2ൻ്റെ DCP ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. ഇതാണ് നിലവിൽ ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന സിനിമയുടെ DCP ഡീറ്റെയിൽസ്. ഇനി ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമ ദുരന്തറിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 2025 എനിക്ക് കണ്ട സിനിമകളിലെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിമായിരുന്നു. ഞാൻ 3 തവണ ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ റിലീസായപ്പോൾ ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട്. ഈ 5 തവണയും ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ. കാരണം ആ സിനിമയിലെ പാട്ട്, മ്യൂസിക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുള്ള, ആദിത്യദാറിന് കിടിലം മ്യൂസിക്കൽ സെൻസാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്തൊരു പടമായിരുന്നു. എനിക്ക് ഏറ്റവും എക്സ്പെക്ടേഷനുള്ള പടം കൂടിയായിരുന്നു ദുരന്തർ 2 ദ റിവെഞ്ച്. പക്ഷേ ഫസ്റ്റ് പാർട്ടിൻ്റെ എനിക്കത്ര സുഖമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഞാനിതിൻ്റെ റിവ്യൂ ഫേസ്ബുക്കിലിട്ടിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ദുരന്തർ എന്നുള്ള സിനിമ നമ്മളുടെ രാജ്യസ്നേഹം അളക്കാനുള്ള ഒരു മീറ്ററാണ്. കാരണം ദുരന്തർ സിനിമ നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, അത്രത്തോളമാണ് നമ്മൾ എത്രത്തോളം പാട്രിയോട്ടിക് ആണെന്ന് ബാക്കിയുള്ളവർ വിലയിരുത്തുന്നത്. അപ്പോൾ ദുരന്തർ എന്നുള്ള സിനിമയ്ക്ക് ഞാൻ 10ൽ 6 മാർക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ പാട്രിയോട്ടിസത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് 10ൽ 6 കാണും. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് രസകരമായിട്ടുള്ള കമൻസും വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം കണ്ട അത്ര നിരാശ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം എന്തൊക്കെയാണ് സ്ക്രീനിൽ വരാൻ പോകുന്നത്. അപ്പോൾ ദുരന്തർ 2 തവണ കണ്ടിട്ടുള്ള ഒരാളുടെ അനുഭവം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഈ സിനിമ 7 ചാപ്റ്റേഴ്സ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ ഇതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്സ് എല്ലാം പറഞ്ഞു തരാം. ഈ ദുരന്തർ 2 ദ റിവെഞ്ച് എന്നുള്ള സിനിമ അതുപോലെ വെൽ പാക്ഡ് ആണ്. കാരണം ഈ പടം തുടങ്ങുന്നത് തന്നെ ഗംഭീരമായിട്ടുള്ള നോട്ടിലാണ്, ഈ പടം അവസാനിക്കുന്നതും ഗംഭീരമായിട്ടാണ്. പക്ഷേ ഈ മിഡിലുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഇതാണ് മിഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണാൻ പോകുന്ന സിനിമകളെല്ലാം ഇങ്ങനെയായിരിക്കും, ഗംഭീര തുടക്കവും ഗംഭീര അവസാനവും ഉണ്ടാവും, നടുക്കുള്ളതെല്ലാം ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു ഹ്യൂജ് സക്സസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിനിമകളായിരിക്കും നമുക്കിനി ഭാവിയിൽ വരാൻ പോകുന്നത്. ഇനി ദുരന്തറിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ നായകൻ്റെ ഫ്ലാഷ് ബാക്ക് ആണ്. അപ്പോൾ ഈ ഫ്ലാഷ് ബാക്കിൽ അതിനകത്തൊരു വീട്ടിൽ ചെന്നിട്ടുള്ള ഒരു പ്രതികാരം എന്നുള്ളൊരു കൈൻഡ് ഓഫ്, അതിനകത്തൊരു ആക്ഷൻ സീക്വൻസ് തിരഞ്ഞെടുത്തിരിക്കുന്ന പാട്ട്, ഇതിനകത്ത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിലുള്ള ആ ഒരു എഡിറ്റിങ്ങിൻ്റെ കട്ട്സ് വന്നിരിക്കുന്നത്, പിന്നെ ഇതിൻ്റെ വെടിയൊച്ച വരുന്നത്, ആ ഒരു തോക്ക് പുള്ളിക്കാരൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഇങ്ങനെ ഗൂസ് ബംസ് മൊമെന്റ്സ് ഒരുപാടുണ്ട്. പിന്നെ ഒരു വയലൻസിൻ്റെ എക്സ്ട്രീം ലെവൽ കാണിക്കുമ്പോൾ ആളുകൾ കൈയടിക്കുന്നുണ്ട്. ഒരാളുടെ തല ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്നത് കാണുമ്പോഴേക്കും അത് ഒരു ആൾക്കാർക്ക് ആ ഒരു യൂഫോറിയ ഉണ്ടാക്കുന്ന രീതിയിൽ വയലൻസ് കാണിക്കാനും എല്ലാം ഒരു വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ വയലൻസ് ആ രീതിയിൽ കാണിക്കുമ്പോൾ ആൾക്കാർ അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 പക്ഷത്തിലുള്ള ആൾക്കാരുണ്ടാവും. ചിലർ ഇത്രയും വയലൻസ് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളവരുണ്ടാവും. ചിലർ ഓക്കെ, അത് സിനിമയാണ്, അതിനകത്തുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്തോന്ന് ആയിക്കോട്ടെ, അത് എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വെൽ പാക്ഡ് ആണ്. അതിനകത്തുള്ള ആ ഒരു ഇമോഷണൽ സീക്വൻസ്, ഈ ആക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള രൺവീർ സിംഗിൻ്റെ പെർഫോമൻസ്, കോടതിയുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ആ ഒരു പെർഫോമൻസ്, അതായത് ആക്ടിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെൽ പാക്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഭയങ്കര ഇംപ്രസ് ആയിട്ടാണ് ഈ സിനിമ ദുരന്തർ കണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലാണ് നമ്മുടെ ഹീറോ എങ്ങനെ കിങ് ഓഫ് ലാരി അല്ലെങ്കിൽ ഷെയറോ ബലോജ് ആയതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സിനിമയിൽ റഹ്മാൻ ഡക്കേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റഹ്മാൻ ബലോജ് എന്ന് പറയുന്ന ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് മുമ്പിലുണ്ടായിരുന്നു. ഒരു വലിയ ചലഞ്ചായിരുന്നു ഈ റഹ്മാൻ എന്ന് പറയുന്ന ആൾ. പക്ഷേ ഇതിനകത്തേക്ക് വരാൻ നേരത്ത് പ്രത്യേകിച്ച് ചലഞ്ചസോ കാര്യങ്ങളോ ഒന്നും അല്ല. ഉസേറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉസേർ ഇയാളെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. ഇയാൾ പറയുന്ന എല്ലാം കേൾക്കുന്നു, ദുബായിലേക്ക് പോകുന്നു, അവിടെ പെട്ടുപോകുന്നു. അങ്ങനെ പെട്ടെന്ന് വലിയ ചാലഞ്ചസോ വലിയ കോൺഫ്ലിക്റ്റോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ കിങ് ഓഫ് ലാരി ആവുന്നു. അപ്പോൾ അതിനകത്ത് ലാരിയിൽ അർഷദ് പപ്പു എന്ന് പറയുന്ന ആളെ മാത്രമാണ് ഇയാൾ നേരിട്ടാൽ മതി. അപ്പോൾ ഈ അർഷദ് പപ്പുവിൻ്റെ ഗ്യാങ്ങിനെ അവരെങ്ങനെ തോൽപ്പിക്കുന്നു എന്നുള്ള കുറേ വെടിവെച്ചയുടെ സൗണ്ടും കാര്യങ്ങളൊന്നും അല്ല, ആ ഒരു സംഭവങ്ങളൊക്കെ അല്ലാതെ നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എലമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്.
പാകിസ്ഥാൻ കൈയടക്കണമെങ്കിൽ കറാച്ചി വേണം, കറാച്ചി കൈയടക്കണമെന്നുണ്ടെങ്കിൽ ലാരി വേണം. അപ്പോൾ ആ ലാരിയുടെ ആളായിരിക്കുന്നത് വലിയ കോൺഫ്ലിക്ട്സോ ചലഞ്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നായകനാകാൻ കൂടെയൊക്കെ എത്തുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ ഷേറി ബലോജ് ആവുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫ്ലിക്റ്റോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ അവിടെയും കാര്യമായിട്ടൊന്നും ഹംസയ്ക്ക് നേരിടേണ്ടി വരുന്നില്ല. അതായത് കിങ് ഓഫ് ലാരി ആയതിനു ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ ഷേറി ബലോജായി മാറുകയാണ്. അപ്പോൾ അതിനകത്ത് കാര്യമായിട്ടുള്ള ചലഞ്ചസും കോൺഫ്ലിക്റ്റും ഇവിടെയും ഇല്ല എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ നിരാശ ഉണ്ടാക്കി. പിന്നെ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ ക്യാരക്ടറിനെ കാണിച്ച ക്യാരക്ടറല്ല, റിയൽ ലൈഫിലുള്ളതാണ്. ഇതിന്റെ ഡിസ്ക്ലൈമർ, ഈ പടത്തിന്റെ ഡിസ്ക്ലൈമർ ഭയങ്കര രസമാണ്. ഡിസ്ക്ലൈമറിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സാക്ഷാൽ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിനെ വരെ ഇതിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ദാവൂദ് ഇബ്രാഹിം, അതുപോലെ ചില ക്യാരക്ടേഴ്സ് റിയൽ ലൈഫിലുള്ളതും ചിലർ ഭയങ്കര പ്യുവർലി ഫിക്ഷൻ എന്നുള്ള രീതിയിൽ അതൊരു ഭയങ്കര ഒരു നല്ല നൈസായിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. കാരണം ഇവരുടെ ആ ഡിസ്ക്ലൈമറിൽ തുടങ്ങുന്നുണ്ട് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഈ ദാവൂദ് ഇബ്രാഹിമിനെ കാണിച്ചത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് ദാവൂദ് ഇബ്രാഹിമിന്റെ ശരിക്കുള്ള ഫോട്ടോ കാണിച്ചിട്ട് അതേ മുഖച്ഛായുള്ള ഒരു ആക്ടറിനെ കാസ്റ്റ് ചെയ്തിട്ട് ഇന്നൊരാൾ എന്നുള്ള രീതിയിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകണമൊന്നുമില്ല, ഡ്യൂറേഷനും കുറവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ള രീതിയിലാണ് ഇന്റർവൽ പോയിന്റ് വരുന്നത്. പക്ഷേ ഇന്റർവൽ പോയിന്റ് എന്ന് പറയുന്നത് വളരെ വീക്കാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതായത് ദുരന്തർ ഫസ്റ്റ് പാർട്ട് കളങ്കാവൽ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് കണ്ട പടമായിരുന്നു ദുരന്തർ. ദുരന്തറിന്റെ ഇന്റർവെലിന് ഞാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അത്രയ്ക്കൊരു ആ ഒരു യൂഫോറിയ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ ഇതിനകത്ത് മിസ്സിംഗ് ആയിരുന്നു. ഇന്റർവെൽ ആയപ്പോഴേക്കും ഒരു പതിഞ്ഞ ഒരു ഇന്റർവെൽ ആ രീതിയിലാണ്. അപ്പോൾ ഇന്റർവെൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംതിങ് ഹാപ്പൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ അത് കാര്യമായിട്ട് വലിയ ഇമ്പാക്ട് ഇല്ലാത്തൊരു ഒരു ചാപ്റ്റർ അവിടെ തീരുകയാണ്. അപ്പോൾ ഈ തേർഡ് ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇനി നാലാമത്തെ ചാപ്റ്റർ മുതലാണ് ഈ സിനിമ എനിക്ക് പേഴ്സണലി ഒരു അയ്യേ എന്നുള്ള ഫീലിൽ വരുന്നത്. കാരണം നാലാമത്തെ ചാപ്റ്ററിൽ ഈ ആലം ആ ക്യാരക്ടർ വരുമ്പോൾ ആലമിൻ്റെ മുമ്പിൽ നമ്മുടെ നായകൻ, അതായത് ഒന്ന് ഓർക്കണം, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ദുരന്തർ ഫസ്റ്റ് ചാപ്റ്റർ ഇറങ്ങിയപ്പോൾ അതിനകത്ത് റഹ്മാൻ്റെ ഒക്കെ സ്വന്തം അച്ഛനെ തല അടിച്ചു പൊളിച്ച് ഇങ്ങനെ കൊല്ലുമ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ ഈ അക്രമം നോക്കി വെക്കുമ്പോൾ കണ്ണ് ചിമ്മാണ്ട് നോക്കിയിരുന്ന ആളാണ് ഹംസ. അപ്പം അങ്ങനെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ഇവൻ പുറത്തേക്ക് പറയുമെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ പേടിച്ച് പറക്കുന്ന പോലുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഓക്കെ, ഹംസ ഒരു വൾണറബിൾ ആയിട്ടുള്ള ആളാണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം. പക്ഷെ സെറ്റ് ആവുന്നില്ല അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ടാണ് ആലമിൻ്റെ ഒരു ഡയലോഗ്. ആലം പറയുന്നത് ബരേലിയിലെ ഒരു പിക്ക് പോക്കറ്റാണ്, ആ പിക്ക് പോക്കറ്റ് ഇവിടം വരെ എത്തി ഇന്ത്യക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഈ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്നറിയോ, പിന്നെ അത് സാന്യാൽ സാബ് പുള്ളിക്കാരൻ ഇതുപോലെ പിക്ക് പോക്കറ്റുകളൊക്കെയാണോ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇതുപോലുള്ള പിക്ക് പോക്കറ്റുകളൊക്കെയാണ് ഈ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ സ്പൈ ആയിട്ട് അയക്കുന്നത്. അപ്പോൾ ഈ അജയ് സാന്യാൽ സാബ് ഈ ബണ്ടി ചോറായിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നടത്താം. ഈ ഒരു സീക്വൻസ് ആയിരുന്നു എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഓർമ്മ വന്നത്. രണ്ടാമത് കണ്ടപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു സ്പൂഫ് ലെവലിലാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നി. ആദ്യം കണ്ടപ്പോൾ എനിക്കിത് എന്താണ് ഇത് ബരേലിയുടെ ഒരു പിക്ക് പോക്കറ്റിലേക്കാണോ പാകിസ്ഥാനിലേക്ക് അത് നമ്മുടെ ഇന്ത്യ അയക്കുന്നത്? അത് അജയ് സാന്യാൽ സാബ് സമ്മതിക്കണോട്ടോ. ആലം എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ തീരുകയാണ്. നല്ല ഇമോഷണൽ വെയിറ്റേജ് ഒക്കെ നൽകേണ്ട ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഇമ്പാക്റ്റോടെയാണ് അവതരിപ്പിക്കേണ്ടതും. പക്ഷെ അതൊന്നും ഇല്ലാതെയാണ് ആ ഒരു ചാപ്റ്റർ അവിടെ തീരുന്നത്. അപ്പോൾ ശത്രു രാജ്യത്തേക്ക് സ്പൈ ആയിട്ട് പോവുകയാണ് ഒരാൾ. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ സ്പൈ സിനിമകൾ കണ്ടിട്ടുണ്ട്. ജെയിംസ് ബോണ്ട് കണ്ടിട്ടുണ്ട്, ഈത്തൻ ഹണ്ട് കണ്ടിട്ടുണ്ട്, ജേസൺ ബോൺ, ഇഷ്ടം പോലെ സ്പൈ നമ്മുടെ ഒരുപാട് ഭാഷകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്പൈ, ഒരു ഡയറി, ആ ഡയറിയിൽ ഈ തട്ടേണ്ട ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെക്കുന്നു, അത് ഒരു ഇൻവിസിബിൾ ഇങ്ക്, ആ ഒരു സംഭവം തന്നെ ഇത് എന്ത് എന്നുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് പാർട്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ, ഇത് കണ്ടപ്പോൾ തന്നെ ഒരു സ്പൈ ആണ്, ശത്രുരാജ്യത്താണ് നിൽക്കുന്നത്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ഡയറിയും അതിനകത്ത് തട്ടേണ്ട ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെക്കുന്നത്, കമോൺ ബ്രോ, ഒരു സിനിമാറ്റിക് ലിബർട്ടിക്ക് ഒരു പരിധിയില്ലേ. പിന്നെ എനിക്ക് മനസ്സിലായത് ആദ്യം കണ്ടപ്പോൾ, അത് ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഇതിപ്പോൾ സെക്കൻഡ് പാർട്ട് ആകുമ്പോഴേക്കും ഇത് നായികയായിട്ട് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ അതിനകത്തൊരു മെലോ ഡ്രാമ സീക്വൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എന്നുള്ളത്. ഈ സിനിമയിൽ നായകൻ നായിക ഇവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇവർ തമ്മിലുള്ള ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും പ്രോപ്പറായിട്ട് രജിസ്റ്റർ ആയിട്ടില്ല. ആ ഒരു ഇമോഷണൽ വെയിറ്റേജ് ഒന്നും ആ നായകൻ്റെയോ നായികയോ അവർ അല്ലെങ്കിൽ ഈ ഹംസ എന്ന് പറയുന്ന ഒരു അയാളുടെ കുടുംബത്തിനോട് അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിനുശേഷമുള്ള പ്രധാന സീൻ എന്ന് പറയുന്നത് എസ് പി ചൗധരിയുടെ ഒരു മരണമാണ്. അപ്പോൾ എസ് പി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫസ്റ്റ് പാർട്ടിൽ അതൊരു ഭയങ്കര ഈവിൾ ആയിട്ടുള്ള ആ രീതിയിലൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ഒരു സിഖുകാർ പ്രവാചകനെ നിന്ദിച്ചു എന്നുള്ള രീതിയിൽ അവരെ തീയിടുന്ന, അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ എസ് പി ഉണ്ട്. അപ്പോൾ എസ് പി അവരുടെ മരണമൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഈവിൾ ഒരു ശക്തിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ സഞ്ജയ് ദത്ത് എന്ന് പറയുന്ന നടൻ, അതായത് എസ് പി വേഴ്സസ് ഹംസ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് ഉണ്ടാകുന്ന അങ്ങനെ എന്തെങ്കിലും സീൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അവസാനത്തിലാണ് എസ് പി മരിക്കുന്നത്, ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതും ഇവിടെ വരുന്നില്ല. അതായത് ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റോ ചാലഞ്ചസോ കാര്യങ്ങളോ അതും ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എന്തോ ധൃതി പിടിച്ച് സഞ്ജയ് ദത്തിന്റെ ക്യാരക്ടറിനെ അവസാനിപ്പിച്ച പോലെ തോന്നി. പിന്നെ സഞ്ജയ് ദത്തിന്റെ പോസ്റ്റിലേക്ക് വീണ്ടും ഒരാൾ വരുന്നുണ്ട്, ഒമർ അങ്ങനെ എന്താണ് പേര്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനും കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഒന്നും സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെ 5ാമത്തെ ചാപ്റ്റർ അൺനൗൺ മെൻ.
അൺനോൺ മെൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഫ്രീഡം എന്തെന്നാൽ, ഇപ്പോൾ 60,000 പ്ലസ് 11,000 കോടി, ഈ 11,000 രൂപയുടെ കള്ളപ്പണം ഇന്ത്യയിലേക്ക് വരുന്നത് കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി നമ്മുടെ നോട്ടുകളെല്ലാം നിരോധിച്ചതെന്ന് പറയുന്നത്. നോട്ട് നിരോധിച്ചുകൊണ്ട് ഒരുപാട് ക്രൈം എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇല്ല എന്നും പറയുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച്, ഇപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ഒരാളുടെ ന്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ആൾ ഇങ്ങനെയാണ് മരിച്ചത് എന്നുള്ള രീതിയിലൊക്കെ സീക്വൻസുകൾ ഉണ്ടാക്കുമ്പോൾ, എന്നാൽ അങ്ങനെ അല്ല മരിച്ചതെന്ന് നീ തെളിയിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു സിനിമാറ്റിക് ലിബർട്ടി ഉണ്ടല്ലോ, ആ ലിബർട്ടി നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള അൺനോൺ മെൻ എന്നുള്ള രീതിയിൽ ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യം ഒരുപാട് തീവ്രവാദികളെ ഇതുപോലെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശക്തമായിട്ട് ഈ സർക്കാർ അത് ചെയ്യുന്നുണ്ട്, അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സിനിമാറ്റിക് ലിബർട്ടി എന്നുള്ള രീതിയിൽ ചിലരുടെ മരണവും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കുമ്പോൾ അതൊരു പ്രൊപ്പഗാൻഡ കൈൻഡ് ഓഫ് സംഭവമാണെന്നുള്ളത് ഒളിച്ചു കടത്തൽ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല, അങ്ങനെ ഓപ്പണായിട്ട് പറയുന്നൊരു ഫീലാണ് ഈ ചാപ്റ്റർ നൽകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗുണ്ടായിസം എന്നൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ ഗ്യാങ്സ്റ്റർ പ്ലസ് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് പാകിസ്ഥാൻ തീവ്രവാദികളൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് അയാളുടെ ശരിക്കുള്ള പേരൊന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം പ്രശ്നമാണ്, അയാൾക്ക് ഫാമിലി അടക്കം പ്രശ്നം ഉണ്ടാകുമല്ലോ. എന്നാൽ അതേ മുഖച്ഛായുള്ള ആൾക്കാരെയൊക്കെ കാസ്റ്റ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ പ്രസ്തുത വ്യക്തിക്ക് വേണ്ടി മൗനാഞ്ജലി ചെലുത്തണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ PM അമിത്ഷായോടൊക്കെ മൗനാഞ്ജലി ചെലുത്തിയതാണ്. അപ്പോൾ ഇതൊരു സർക്കാരിൻ്റെ ഒരു പ്ലാനാണ്, സർക്കാർ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മൗനാഞ്ജലി ചെലുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവർ റെസ്പെക്റ്റോടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം സിനിമയിലൂടെ വേറെ രീതിയിലുള്ള കഥ പറച്ചിലാണ് ഇവർ ശ്രമിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ സിനിമയുടെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ, ഈ സിനിമയിൽ ISI നേതാവിൻ്റെ അർജുൻ രാംപാൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇപ്രാവശ്യം നിന്റെ ആളുകൾ ഈ തവണ ജയിച്ചില്ലല്ലോ എന്നാണ് പറയുന്നത്. അതായത് ഓപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് പാർട്ടി തീവ്രവാദികളുടെ അടുത്ത ആളാണ് എന്നൊക്കെ ഒരു സിനിമയിൽ പറയുമ്പോൾ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അത് എത്ര വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള, അതായത് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഉള്ള പടത്തിലേക്ക് വന്നാൽ പോലും വളരെ ടേസ്റ്റ് ഉള്ള ഒരു സദ്യയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൊണ്ട് കുറച്ച് പട്ടുതീട്ടം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതാണ് ആ ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. ഇനി സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിവെഞ്ച്. ഇപ്പോൾ റിവെഞ്ച് എന്നുള്ള ചാപ്റ്ററിൽ മുറിദ് കെ മദ്രസയിൽ നടക്കുന്ന വലിയൊരു പൊട്ടിത്തെറി, വലിയൊരു ആ ഒരു ആക്ഷൻ സെറ്റ് പീസൊക്കെ നല്ല രീതിയിൽ VFXൻ്റെ ഒരു കാര്യമായിട്ടില്ല. കാരണം VFXൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ യഷ്രാജിൻ്റെ സ്പൈ യൂണിവേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും എത്രയോ മോശം ആ ഒരു VFXും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനകത്തേക്ക് വരുമ്പോൾ ആ രീതിയിലേക്ക് വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു ആക്ഷൻ സെറ്റ് പീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് നടക്കുന്ന അർജുൻ രാംപാൽ എന്ന് പറയുന്ന ഒരു വില്ലൻ, ആ വില്ലൻ അതായത് ഇത്രയും വീക്കായിട്ടുള്ള ഒരു വില്ലനില്ലേ, ISIയുടെ തലപ്പത്തൊക്കെ ഇതുപോലൊരു മണ്ടനാണ് ഇരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംസ അലി മസാരിനെ പോലുള്ള ആളെയൊന്നും അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സിനിമയിലുള്ള നമ്മുടെ ജമാലിനെ പോലുള്ള ആളുണ്ടെന്നുണ്ടെങ്കിൽ പണ്ടേ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒന്നുമില്ലാണ്ടായി പോകും. അത്രയും മണ്ടനായിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് ഇതിനകത്ത് അർജുൻ രാംപാൽ വരുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്, ആ രീതിയിലേക്കുള്ള ഒരു ഫൈറ്റ്, ആ ഫൈറ്റിലെങ്കിൽ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് വന്നു ഇതും കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഈ സിനിമയിൽ വലിയ പ്രശ്നമായിട്ട് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ ശത്രുതയുള്ള ഒരു നരേഷൻ വരുന്നു, ആ നരേഷനിലെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്നുള്ളത് മാറ്റി ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് ഈ അർജുൻ രാംപാലിൻ്റെ ക്യാരക്ടർ മരിക്കുന്നവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമക്ക് ക്രാഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലാണ്, നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞതിനകത്തുള്ള ആ ഒരു പൊളിറ്റിക്സിൻ്റെ ആ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം അതിന് നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ല. അവസാനത്തെ ചാപ്റ്റർ ദുരന്തർ, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു, അവസാനത്തെ ചാപ്റ്ററും ഗംഭീരമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് ദുരന്തർ എന്നുള്ള സിനിമ ഒരു സയൻസ് ഫിക്ഷൻ, അതായത് ഒരു ടൈം ട്രാവൽ എലമെൻ്റ് എല്ലാം ദുരന്തർ എന്നുള്ള സിനിമയിൽ വരുന്നത്. കാരണം ഒരുപാട് ഫാൻറ്റസി എലമെൻറ്റ്സ് എല്ലാം ഈ സിനിമയിൽ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇതൊരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ്. കാരണം ദുരന്തർ എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം റിവീൽ ചെയ്യുന്നത്. അതായത് രാകേഷ് ബേഡി അവതരിപ്പിച്ചിരുന്ന ക്യാരക്ടറിനെ 45 കൊല്ലം മുമ്പ് ഈ പാകിസ്ഥാനിലേക്ക് അയച്ചതാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ദുരന്തർ ഫസ്റ്റ് പാർട്ടിൽ ഈ അജയ് സാനിയൽ സാബ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് ശരിയല്ല, ശക്തമായിട്ടുള്ളൊരു ഗവൺമെൻറ് വരും, ശക്തമായിട്ടുള്ള ഗവൺമെൻറ് വരുമ്പോൾ നമുക്കിതെല്ലാം ഉപയോഗിക്കാം, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഗവൺമെൻറ് വരണം എന്ന്. അപ്പോൾ നല്ലൊരു ഗവൺമെൻറ്, അപ്പോൾ നമ്മൾ ശരിക്കുള്ള ടൈം ലൈൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ദിരാ സർക്കാരിൻ്റെ സമയത്താണ് ഈ ജമാൽ ജമീലി എന്ന് പറയുന്ന ഇയാൾ അങ്ങോട്ടേക്ക് അയക്കുന്നത്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഗവൺമെൻറ് അല്ലേ? അപ്പോൾ അജയ് സാനിയൽ സാബ് ഇതുപോലെ പറയേണ്ട ആവശ്യമൊന്നുമില്ലോ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജയ് സാനിയൽ സാബ് ടൈം ട്രാവൽ ചെയ്ത് 45 കൊല്ലം മുമ്പോട്ട് പോയി. അതായത് ഈ ജമാൽ ജമീലി എന്ന് പറഞ്ഞ ആളില്ലേ, അയാളെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്. ഇനി ഈ SP ചൗധരി സാബ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഇത് നരേന്ദ്രമോദി സർക്കാരൊക്കെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പക്ഷേ അജയ് സാബ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് SP ചൗധരിയുടെ അടുത്തെത്തിയിട്ട് നിങ്ങൾ ഇപ്പം മരിക്കേണ്ട ആളല്ല, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മരിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ആ മരിക്കേണ്ട സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ദുരന്തറിൻ്റെ ടൈം ലൈനിൽ ചത്താൽ മതി എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹംസ ഏൽപ്പിക്കുന്നുണ്ട്. ഇനി അർജുൻ രാംപാലിൻ്റെ ക്യാരക്ടർ,
അത് ആരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ക്യാരക്ടർ മരിച്ച ടൈമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊന്നും അല്ല ഈ അർജുൻ രാംപാൽ എന്ന് പറയുന്ന ക്യാരക്ടർ നിരോധനം കാണുന്നുണ്ട്. അതുപോലെ ആർത്തിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അയാൾ മരിക്കുന്ന ലൈവായിട്ട് ടി വിയിൽ കാണുന്നുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, പക്ഷേ ഈ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾ മുമ്പേ മരിച്ചാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ അജയ് സാബ് പുള്ളി ടൈം ട്രാവൽ ചെയ്തിട്ട് അർജുൻ രാംപാലിലെ ക്യാരക്ടറെ കണ്ടെത്തി താൻ ഇപ്പോഴൊന്നും അല്ല മരിക്കേണ്ടത്, താൻ നോട്ട് നിരോധനം കാണണം, താൻ ആത്തിക്ക് മരിക്കുന്നത് കാണണം, ഇതെല്ലാം കണ്ടും അവസാനം മരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഒരു ദുരന്തറിൻ്റെ ടൈം ലൈനിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം ട്രാവൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്ന അജയ് സാനിയൽ സാബാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുരന്തർ രണ്ടാമതൊന്നുകൂടെ കണ്ടു നോക്കൂ. ഇതിനകത്ത് അജയ് സാനിയൽ സാബ് ടൈം ട്രാവൽ ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിലും വരുന്നത്. നിങ്ങൾ ഇനിയും കൺവിൻസ് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ അജയ് സാബ് വരുന്ന സീക്വൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പുള്ളിക്കാരൻ ഒരു ടൈം ട്രാവൽ ചെയ്ത് എത്തുന്നത് പോലെ തന്നെയാണ്. കാരണം അത്രയും നേരം ഇവിടെ അങ്ങനെ ഒരാളാണെന്നുള്ള രീതിയിലല്ല, പുള്ളി പെട്ടെന്ന് അങ്ങോട്ടേക്ക് നടന്നു വരുന്നു, ആ രീതിയിലാണ്. അത് ആദിത്യധറിൻ്റെ ഉണ്ടല്ലോ ഒരു പീക്ക് ഡീറ്റെയിലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദുരന്തർ ഈസ് എ ടൈം ട്രാവൽ ഫിലിം. പിന്നെ ജമാൽ ജമാലി ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആ ഒരു സംഭവം അത് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തതാണ്. ആദിത്യധർ പുള്ളിക്കാരൻ നല്ല ക്രിയേറ്റീവായിട്ട് ആ സംഭവം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ, ഇത് കൈ കൊടുക്കുന്നു. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ള രീതിയിൽ നൈസായിരുന്നു, അത് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സിനിമയിൽ നല്ല ക്രാഫ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നൊരു സംഭവം വന്നിരിക്കുന്നത് നായകൻ 2 തവണ ഫോട്ടോ കത്തിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സമയത്തുള്ള രൺവീർ സിംഗിൻ്റെ പെർഫോമൻസ് ടോപ്പ് നോച്ച് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനാണ് രൺവീർ സിംഗ്. കാരണം ബോളിവുഡിൽ പുള്ളീനെ ഇപ്പോൾ ചിലരൊക്കെ രൺബീർ കപൂറായിട്ട് പുള്ളീനെ കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ രൺബീർ കപൂറിനെ പോലെ അല്ല രൺവീർ സിംഗ് ഈസ് വേഴ്സിറ്റൈലാണ്. ഇപ്പോൾ ഈ ഒരു വേഴ്സിറ്റൈലുള്ള ഒരു ഗലി ബോയ് പോലുള്ള ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെ പുള്ളിക്ക് പെട്ടെന്ന് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു അത്യാവശ്യം റിച്ച് ഫാമിലിയിലുള്ള ദിൽ ധഡക്കിനേതോ അതും പറ്റും. ഇപ്പോൾ ആനിമൽ പോലുള്ള ആ ഒരു ഭയങ്കര ഇന്ത്യയിലെ നമ്പർ 1 പണക്കാരൻ്റെ വീട്ടിലെ മകൻ എന്നുള്ള രീതിയിൽ മാസ് കാണിക്കാൻ രൺബീർ ഇപ്പോൾ ഒരു ലോ ലെവലിലുള്ള, അതായത് ഈ ദുരന്തർ പോലുള്ളൊരു സീക്വൻസ് ഒക്കെ വരുമ്പോൾ ആ ഒരു വേഴ്സിറ്റാലിറ്റി ഉണ്ടല്ലോ, അത് ഞാൻ എന്നുള്ള ഒരാൾ കാണുമ്പോൾ രൺവീർ സിംഗ് നല്ല ടോപ്പ് നോച്ചായിട്ട് ആ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫാമിലിയെ കാണുമ്പോൾ പുള്ളിയുടെ ഉള്ളിലുണ്ടാവുന്ന, ഇപ്പോൾ രൺവീർ സിംഗ് അറിഞ്ഞപ്പോൾ എനിക്കും കരച്ചിൽ തോന്നുന്നു. കാരണം ആ ഒരു ആക്ടിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം പുള്ളി പെർഫെക്റ്റാണ് ചെയ്യുന്നത്. നടന്ന് വീട്ടിലേക്ക് ചെല്ലുന്നത്, അമ്മയെ കാണുന്നത്, സഹോദരിയെ കാണുന്നത്, മക്കളെ കാണുന്നത്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ നോക്കി നിൽക്കുമ്പോൾ ആ ഒരു ഇമോഷണൽ സംഭവം ഉണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു. നല്ല രീതിയിൽ അത് എഫക്റ്റീവായിട്ട് എനിക്ക് വർക്കായിട്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഈ ആദിത്യധർ പിന്നെ എന്താ കാണിച്ചു വെച്ചതെന്നറിയോ, അതിൻ്റെ കുറേ ട്രെയിനിങ് സീക്വൻസ് കാണിക്കുന്നു. ആര് ചോദിച്ചു ഈ സീക്വൻസും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചോ കാണിക്കാനായിട്ട്? അത് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിന്ന ഒരു കോമഡി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീക്വൻസും വന്നിരിക്കുന്നു. അതായത് ഈ ഇമോഷൻ ആയിട്ടല്ലോ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡൈലൂട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഇതെങ്ങനെ ദുരന്തർ 1 ആ പാർട്ടായിട്ട് അതിൻ്റെ മുകളിൽ എനിക്ക് ഇഷ്ടപ്പെടും. എനിക്കിത് ഒരു സെറ്റായില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ, എനിക്ക് ദുരന്തർ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ രാജ്യസ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല, കാരണം അവന്മാരൊന്നും ആരല്ലോ എൻ്റെ രാജ്യസ്നേഹത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ വന്നാൽ പോലും അതിൽ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്സ് അത് പറയാൻ പാടില്ലാത്ത പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയുക തന്നെ ചെയ്യും. അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, പറയുകയും ചെയ്യും. ഇത്രയൊക്കെയാണ് എനിക്ക് ദുരന്തർ 2 ദ റിവെഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമയമായി എന്ന് എനിക്കറിയാം. ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ മുഴുവൻ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.